ഇതിലെന്തോ വലിയ കളികൾ നടന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഞാൻ വിളിക്കാം. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യരെ പൊന്മുടിയിൽ ട്രെയിനിങ് ക്യാമ്പിന് പോയാൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. എന്ത് ചതി? കോച്ചിങ് സെന്ററിൽ നിന്ന് അവർക്ക് ട്രെയിനിങ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആര് പറഞ്ഞിട്ടാ വിളിച്ചത്? ജീവൻ തോമസ് സാറാണ് വിളിച്ചതെന്നാണ് അമൃത പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ സ്ട്രോങ് മൈൻഡ്സ് എന്ന് പറയുന്ന ട്രെയിനിങ് സ്ഥാപനം നടത്തുന്ന റിട്ടയർഡ് DYSP ജീവൻ തോമസ് സാർ ഇപ്പോൾ ഇന്ത്യയിൽ പോലും ഇല്ലെന്ന് അറിയുന്നത്. കുറച്ചു കാലമായി അദ്ദേഹം മകളുമായിട്ട് US സെറ്റിൽ ചെയ്തിരിക്കുക. അപ്പൊ പിന്നെ ആരാധ്യം വിളിച്ച ജീവൻ തോമസ് ആരാണ്? അവരാരോ ചോദിച്ചതാ മോളെ. അവര് രണ്ടുപേരും കൂടി അഖിലേച്ചിയും കൂട്ടി ഇന്നലെ പോയതാ. ഇതിനകം അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണു ഏട്ടാ? എനിക്ക് കേട്ടിട്ട് പേടിയാവുന്നു. ഏട്ടനും കൂടി ധൈര്യം കൊടുത്തിട്ടാ അമൃതേച്ചി അനിയത്തിമാരെ പറഞ്ഞു വിട്ടത്. അവർക്ക് എന്തെങ്കിലും പറ്റിയ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആ കുറ്റബോധം താങ്ങാൻ ഏട്ടനെ കൊണ്ടാവില്ല. എത്രയും വേഗം ഈ വിവരം അമൃതേച്ചിയെ അറിയിക്കേണ്ടതാ. ഇത് ഞാൻ എങ്ങനെ അമൃതയോട് പറയുന്നത്? അതിനു മുമ്പ് അവരെ രക്ഷിക്കാനുള്ള ഒരു അവസാന ശ്രമം നടത്തണം. അതാണ് ഇക്കാര്യത്തിൽ എന്റെ മുമ്പിലുള്ള ഏക വഴി. ഏട്ടൻ ധൈര്യമായിട്ട് പോകണം. ഏട്ടൻ പോയി അവരെ രക്ഷിച്ച് തിരിച്ചു വരുന്നത് വരെ പൂജാമുറിയില് കെടാവിളക്ക് കൊളുത്തി ഞാൻ പ്രാർത്ഥിക്കും. ഈശ്വര, അവർക്ക് ആപത്തൊന്നും വരുത്തല്ലേ. വല്ലത് നടക്കോ? അതോ നേരം വെളുക്കുന്നവരെ ഈ ബോണറ്റും പൊക്കി പിടിച്ച് പണിതുകൊണ്ടിരിക്കോ? ഞങ്ങൾക്ക് തല്ലാനും കൊല്ലാനും മാത്രം അറിയും. വണ്ടിപ്പണി ചെയ്ത് ശീലമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പെമ്പിള്ളേര് മയക്കം വിട്ട് ഉണരും മുമ്പ് രാത്രി തന്നെ അവരെ ഇവിടുന്ന് കടത്തണം. പെമ്പിള്ളേരെ എങ്ങനെയും കൈകാര്യം ചെയ്യാം. അകത്ത് ബോധം കെട്ട് കിടക്കുന്ന ആ കിഴവി എങ്ങനെ കൈകാര്യം ചെയ്യുന്ന എന്റെ പേടി. വാചം അടിച്ചോണ്ട് നിൽക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. പറച്ചില് കേട്ടാ തോന്നും വലിയ വീരശൂര പരാക്രമം കാട്ടിയെന്ന്. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിലേ ആ പെമ്പിള്ളാരും കിഴവിയും കൂടെ നിങ്ങളെ മയക്കി കിടത്തിയനെ. സമ്മതിച്ചു, നിങ്ങൾ വന്നതുകൊണ്ടാ പെമ്പിള്ളേരെ മൂന്നിനെയും കൈകാര്യം ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. അല്ലെങ്കിൽ നീയൊക്കെ പെട്ടടാ. നീ ഏതടാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. അണ്ണന്മാര് മര്യാദയ്ക്ക് കണ്ടം വഴി ഓടിയാ തടി കേടാവാതെ രക്ഷപ്പെടാം. എന്തിനു ഞങ്ങൾ ഓടണം? നിന്നെ പോലെ ഒരു ജിമ്മന് ഞങ്ങള് 3 പേര് ധാരാളം. ഒരാളും കൂടെ ആയാലോ? നിങ്ങൾ പോരാതെ വരുമോ അതോ? ഓഹോ, കരുതിക്കൂട്ടിയാണല്ലേ. നോക്കി നിൽക്കാതെ അടിച്ചോട്ടിക്കടവന്മാരെ. യവന്മാരാള് പെരിച്ച. ഇനി ഇവിടെ നിന്നാ എന്നെ യവന്മാര് പഞ്ഞിക്കിടും. ഇനിയിപ്പോ എന്നിലത്തെ മതിലാടി ഓടി രക്ഷപ്പെടാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.